I'm here in Trivandrum in the Royal Wound Care Center, and it's a great experience. I'm from Peru, and I'm here visiting Trivandrum for the first time. So I thought I would just go and do some hyperbaric oxygen just for general health. This was my 10th session. I've been doing it in other countries as well. Last time I was in Thailand, I was doing it as well. It's a great experience overall to be here. So I started taking it because I have a knee injury, like a long time knee injury. And after a while of hyperbaric oxygen chamber, it actually helped a lot because I was doing some yoga and I could not get into some postures, and now I can again. It heals just an injury. And then also wound, skin health. It's my first time doing it in India, and this is a great place, a good staff, a pleasant experience. They take really good care of me. They do all the testing before and after, and so here we have it, hyperbaric oxygen chamber. വേദനയില്ലാത്തൊരു ജീവിതം നമ്മൾ എല്ലാവരുടെ ആഗ്രഹമല്ലേ? അതിന് നമ്മളെ സഹായിക്കുന്ന ഒരിടത്തെ കുറിച്ചാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. നടുവേദന, കഴുത്തുവേദന, ആർത്രൈറ്റിസ്, അങ്ങനെ സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ ജോയിന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾ എന്തുമാവട്ടെ, അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് 360 ഡിഗ്രി സ്പൈനൽ വെൽനസ് സെന്റർ. വിട്ടുമാറാത്ത നടുവേദന, അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത കഴുത്തുവേദന, ഇതൊക്കെ ഒന്നെങ്കിൽ നമുക്ക് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉറ്റവർക്കോ സുഹൃത്തുക്കൾക്കോ വന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ഇതുപോലുള്ള എല്ലാ വേദനകൾക്കും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് US FDA അപ്രൂവ്ഡ് തെറാപ്പിയായ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ കൃത്യമായ കോണളവുകളിൽ സ്പൈനൽ സെഗ്മെന്റ്സിൽ സ്ട്രെച്ചിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡിസ്കുകളിലെയും നാഡികളിലെയും പ്രഷർ കുറയ്ക്കുന്ന ചികിത്സാ രീതിയാണ് സ്പൈനോ കെയർ തെറാപ്പി. ഡിസ്ക് തകരാറുകൾ, ഡിസ്കിന്റെ ഏതെങ്കിലും ഭാഗം ദുർബലമായി പുറത്തേക്ക് തള്ളി വരിക, ജലാംശം കുറഞ്ഞ് ഡിസ്ക് കട്ടിയാവുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ്. സർജറിയോ ഹോസ്പിറ്റലൈസേഷനോ വേണ്ട, മെഡിസിൻസിന്റെ ആവശ്യവും ഇല്ല, പെയിനും തീരെയില്ല. 360 ഡിഗ്രി സ്പൈനൽ വെൽനസ് സെന്റർ. ട്രീറ്റ്മെന്റ് പ്രത്യേകതകൾ ഇതൊക്കെയാണ്. എൻ്റെ പേര് ശ്രീകല, ഞാൻ കഴക്കൂട്ടത്തു നിന്ന് വരുന്നു. എനിക്ക് വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് നട്ടലിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയെങ്കിലും എനിക്കതിൽ റിസൾട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ യൂട്യൂബ് ചാനലിൽ ആഡ് കണ്ടു, 360 സ്പൈനൽ വെൽനസിൻ്റെ ആഡ് കാണുകയും സ്പൈനൽ ഡികംപ്രഷൻ തെറാപ്പിയെ പറ്റി അറിഞ്ഞു. അങ്ങനെ 20 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് എൻ്റെ വേദന മാറി. ഇപ്പോൾ സ്പൈനോ കെയർ ട്രീറ്റ്മെൻറ്റിന് താങ്ക്സ്. PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്. നമുക്കൊരു മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ മുറിവിന് തനിയെ ഫ്ലോട്ടിങ് വന്ന് അത് ഹീലായി തുറക്കുന്നതിന്റെ റീസൺ പ്ലേറ്റ്ലെറ്റ് കൊണ്ടുവന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പേഷ്യന്റിന്റെ നീ ഇഞ്ചുറിക്ക് വേണ്ടിയിട്ട് പ്ലാസ്മ ട്രീറ്റ്മെന്റ് നമ്മൾ തുടങ്ങുന്നു. നമ്മൾ സാധാ ബ്ലഡ് ടെസ്റ്റിന് എടുക്കുന്നത് പോലെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്ലാസ്മയുടെ ക്വാളിറ്റി ആൻഡ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ബൂസ്റ്റേഴ്സ് ഓർ എൻഹാൻസേഴ്സുമായിട്ട് നമ്മൾ മിക്സപ്പ് ചെയ്യും. എന്നിട്ട് വി കീപ് ദ കൺവേർട്ടഡ് തിങ് ഇൻ ടു എ സ്റ്റെറിലൈസേഷൻ ചേംബർ, പോസ്റ്റ് വിച്ച് അണുവിമുക്തമാക്കി കഴിഞ്ഞതിന് ശേഷം വി പുട്ട് ദ മെഷീൻമെന്റ് ഇൻ ടു ഇറ്റ്സ് കോൾഡ് എ സെൻട്രിഫ്യൂജ്, ഒരു ഹൈ വോളിയം സ്പിന്നിങ് മെഷീൻ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സ്പിന്നിങ് മെഷീൻ എന്ന് വിളിക്കും. അതിന്റെ അകത്തു നിന്ന് നമുക്ക് വളരെ ഹൈ ക്വാളിറ്റി പ്ലാസ്മയെ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ സെൽസിനെ ഐസൊലേറ്റ് ചെയ്യും. ഈ എടുക്കുന്ന സാധനം നമ്മൾ എഗെയിൻ വളരെ അണ്ടർ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് പേഷ്യന്റിന്റെ നീയുടെ പ്രീവിയസ്ലി റെക്കോർഡഡ് സ്കാൻസ് യൂസ് ചെയ്ത് മാക്സിമം ഇഞ്ചുറി പാറ്റേൺ ഉള്ള സ്ഥലത്തേക്ക് പ്ലാസ്മ യൂസ് ചെയ്യാം. ഈ പേഷ്യന്റിന് ഇടത്തെ മുട്ടിന് നീ പെയിന്റെ ഭാഗമായിട്ട് അസസ്മെന്റിലൂടെ മുട്ടിലെ വാഷർ അല്ലെങ്കിൽ മെനിസ്കസിനുള്ള ഇഞ്ചുറി, മുട്ടിലെ ദ്രാവകം സൈനോവിൽ ഫ്ലൂയിഡ്, ജോയിന്റിന്റെ അകത്തുള്ള ദ്രാവകത്തിന്റെ കുറവ്. അപ്പം പേഷ്യന്റിന് ഒരുപാട് ഡോക്ടേഴ്സ് സർജറി പ്രിഫർ ചെയ്യുകയും അത് പേഷ്യന്റ് പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ഹി കെയിം ടു us. He is undergoing autologous conditioned plasma, which is a slightly higher variant of PRP or platelet rich plasma. Whoever is watching is having problems regarding this thing or inquiries, feel free to contact us. Thank you. ഇതിപ്പം ഇദ്ദേഹത്തെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബാക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിനാണ് നമ്മളിപ്പോൾ സ്പൈനോ കെയർ NST ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. സ്പൈനോ കെയർ ട്രീറ്റ്മെന്റ് എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മുടെ റീഹാബ് എക്സ്പെർട്ട് അഫിൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ പുറവേദന, കഴുത്തുവേദനയായിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ചൂടകഠിനമായ വേദനയാണെങ്കിൽ നമ്മൾ സ്പൈനോ കെയർ ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. IVDP കണ്ടീഷനിൽ ഇന്റർവെർട്ടബ്രൽ ഡിസ്ക് കൊളാപ്സ് എന്ന് പറയും. ഈ ഡിസ്ക് പുറത്തോട്ട് ചാടുന്ന കണ്ടീഷനാണ്. നമുക്ക് നോർമലി ഒരു സ്പേസ് ഉണ്ട് കഷി
സൂചനാശേരികൾക്കിടയിൽ വെട്ടുബാസിനിടയിൽ നോർമലി ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കുറഞ്ഞിട്ട് ഈ ഡിസ്കിനെ കമ്പസ് ചെയ്യും. ആ ഡിസ്ക് കമ്പഷൻ വരുമ്പോൾ ഡിസ്ക് പുറത്തോട്ട് ചാടിയിട്ട് നെർവിനെ കമ്പസ് ചെയ്യും. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് വഴി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കമ്പസ് ആയിരിക്കുന്ന നെർവിനെ നമ്മൾ ഡീകമ്പഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ചെറിയൊരു ട്രാക്ഷൻ ഫോഴ്സ് കൊടുത്ത് നോർമൽ സ്പേസ് അവിടെ കൊണ്ടുവരും. കമ്പഷൻ റിലാക്സേഷന്റെ എഫക്റ്റ് കൊണ്ട് ഈ പുറത്തോട്ട് ചാടിയ ഡിസ്ക് നോർമൽ പൊസിഷനിൽ വരികയും ചെയ്യും. ആ നെർവിലേക്കുള്ള ആ ഞരമ്പിലേക്കുള്ള കമ്പഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റിലീവ് ആവുകയും ചെയ്യും. നമ്മുടെ സെന്ററിൽ വൈഡ് വെറൈറ്റി ഓഫ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലൊരു മെയിൻ ട്രീറ്റ്മെന്റ് അപ്രോച്ചാണ് സെൽ റിപ്പയർ ആൻഡ് റീജനറേഷൻ തെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CRT എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് യൂസ് ചെയ്യാനുള്ള ചികിത്സാ രീതിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയിലെ ഡാമേജ് ആയ സെൽസ് നമ്മൾ റിപ്പയർ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ട്രീറ്റ്മെന്റ് വഴി ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നശിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയ കോശങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുകയാണ് ഈ ട്രീറ്റ്മെന്റ് വഴി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ, പെയിൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഈ CRT ട്രീറ്റ്മെന്റ് ഒരു FDA അപ്രൂവ്ഡ് നോൺ ഇൻവേസീവ് അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് ആണ്. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ആണ്. ഈ ഒരു മെഷീൻ കാണുന്ന സമയത്ത് പലർക്കും ഉള്ള ഒരു ടെൻഷനാണ്, ഇത് ശരിക്കും പെയിൻഫുൾ പ്രൊസീജിയർ ആണോ എന്നൊക്കെ. ശരിക്കും ഇതൊരു പെയിൻഫുൾ പ്രൊസീജിയർ ഒന്നല്ല. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിരിക്കും. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു നാച്ചുറൽ ഹീലിംഗ് എബിലിറ്റി ഉണ്ട്. ഈ ഹീലിംഗ് എബിലിറ്റി നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റിക്കവറി പ്രോസസ് നമ്മളൊന്ന് ഫാസ്റ്റും ചെയ്യുകയാണ് ട്രീറ്റ്മെന്റ് വഴി ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് CRT ട്രീറ്റ്മെന്റ് ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേയ്മാനം, ആർത്രൈറ്റിക് കണ്ടീഷൻസ് ആണ്. എന്നുവെച്ചാൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഓഫ് ഹിപ്പ്, നീ, പെരിയാർത്രൈറ്റിക് ഷോൾഡർ, ഇതൊക്കെയാണ് മെയിൻ ഇൻഡിക്കേഷൻസ് വരുന്നത്. നമ്മുടെ ലിഗമെന്റ് ഇഞ്ചറീസ്, ഡിലേഡ് ബോൺ ഹീലിംഗ് അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സും ഒരു ഇൻഡിക്കേഷൻ ആണ്. CRT ട്രീറ്റ്മെന്റ് മെയിൻ കോൺട്രാ ഇൻഡിക്കേഷൻ വരുന്നത് മെറ്റൽ ഇംപ്ലാന്റ്സ് ആണ്. പേഷ്യന്റ് ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് ഡിവൈസസ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഈ ആക്റ്റീവ് മാലിഗ്നൻസി ഒരു മെയിൻ കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. ട്രീറ്റ്മെന്റ് പാർട്ടിൽ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഈ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ലാതെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ മതിയാവും. പേഷ്യന്റ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് സെഷൻസ് അല്ലെങ്കിൽ ഡോസേജ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ് ടു 12 സെഷൻ ഓഫ് CRT ആണ് അഡ്വൈസ് ചെയ്യാറ്. സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ് ടു 24 സെഷൻസ് വരെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. മുട്ട് തേയ്മാനം വരുമ്പോൾ മെയിനായിട്ട് വരുന്ന കാർട്ടിലേജ് മെയിനായിട്ട് തേയ്മാനം സംഭവിച്ച് നശിക്കുന്നത്. ഈ തേയ്മാനം സംഭവിച്ച് നശിച്ച കാർട്ടിലേജ് കോശങ്ങൾ നമ്മൾ റിപ്പയർ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞങ്ങളുടെ സെന്ററുമായി ബന്ധപ്പെടാം. ബർസൈറ്റിസ് എന്ന് പറയുന്നത് ബേഴ്സയ്ക്ക് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. എന്താണ് ബേഴ്സ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജോയിന്റ്സിന്റെ ഇടയിലുള്ള ഒരു സ്മോൾ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ആണ് ബേഴ്സ എന്ന് പറയുന്നത്. ബേഴ്സ ഒരു കുഷ്യൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ബേഴ്സയിലേക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മോഷൻ കൊണ്ടോ അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രഷർ കൊണ്ടോ ആണ് നമുക്ക് ഈ ഒരു ബേഴ്സൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ എത്തുന്നത്. ബേഴ്സൈറ്റിസ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിന്റ്, എൽബോ ജോയിന്റ്, നീ ജോയിന്റ്, അതുപോലെ തന്നെ ആംഗിൾ ജോയിന്റ്, ഇവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു ബേഴ്സൈറ്റിസ് കാണപ്പെടുന്നത്. ട്രീറ്റ്മെന്റ് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കൺവെൻഷണൽ ഫിസിയോതെറാപ്പി, അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന 2 രീതികളാണ് ഉള്ളത്. കൺവെൻഷണൽ ഫിസിയോതെറാപ്പിയിൽ നമുക്ക് മെയിൻ ആയിട്ടും ആവശ്യം റെസ്റ്റ് തന്നെയാണ്. ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഐസ് ആപ്ലിക്കേഷനും ടെൻസ്, അൾട്രാസൗണ്ട് പോലുള്ള ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസും സ്ട്രെങ്തനിങ്ങിന് വേണ്ടി എക്സസൈസ് തെറാപ്പിയുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ബേഴ്സൈറ്റിസിന് കൊടുക്കുന്നത്. ഇനി അഡ്വാൻസ്ഡ് രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി അഥവാ ESWT എന്ന് പറയുന്ന ഒരു ആധുനിക ചികിത്സാ രീതിയും നമ്മൾക്ക് ഈ ഒരു കണ്ടീഷന് വേണ്ടി അവൈലബിൾ ആണ്. എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി അഥവാ ESWT എന്ന് പറയുന്നത് ഷോക്ക് വേവ്സിന് നമ്മുടെ ഇഞ്ചേർഡ് ബേഴ്സയിലെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്ത് അവിടെ ഹീലിംഗിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കേശവദാസപുരം റോയൽ ഓർത്തോ കെയറുമായി ബന്ധപ്പെടും. ഹലോ, ഞാൻ ഡോക്ടർ രാജേഷ് അയ്യപ്പൻ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നൈട്രിക് ഓക്സിജൻ തെറാപ്പി ഫോർ വൂണ്ട് ഹീലിംഗ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ നൈട്രിക് ഓക്സൈഡ് ക്രോണിക് വൂണ്ട് ഹീലിംഗ്, അതായത് ഡയബറ്റിക് ഫുഡിനും മറ്റ് ക്രോണിക് ആയിട്ടുള്ള വൂണ്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ മുറിവിൻ്റെ ഭാഗത്ത് ആൻജിയോജെനിസിസ്, അതായത് പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവാൻ സഹായിക്കുന്നു. അങ്ങനെ ഇതിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടുകയും നമ്മുടെ ഈ വൂണ്ട് പെട്ടെന്ന് ഉണങ്ങാനും സഹായിക്കുന്നതുമാണ്. നൈട്രിക് ഓക്സൈഡ് തെറാപ്പി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി കാലമായിട്ട് ഉണങ്ങാതിരിക്കുന്ന ക്രോണിക് ആയിട്ടുള്ള വൂണ്ടുകൾ വരെ നമുക്കത് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മളിത് വൂണ്ടിൻ്റെ ഭാഗം ചെറിയൊരു കവറിലോ ഒരു ബാഗ് പോലെ ഇതിൽ ആക്കി അതിൻ്റെ അകത്തോട്ട് മാത്രം ഈ നൈട്രിക് ഓക്സൈഡ് കടത്തിവിടും. അത് ഈ മുറിവിലോട്ട് വന്നിട്ട് ഈ മുറിവിന് ചുറ്റുമുള്ള ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്യും, അതിലൂടെ ഓക്സിജൻ്റെ ഫ്ലോ കൂട്ടുകയും ചെയ്യും. ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വയസ്സായവർക്കും ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നില്ല. നമ്മുടെ ഈ വൂണ്ടിനുള്ള ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ബാക്ടീരിയൽ
ഇൻഫെക്ഷന്, പിന്നെ അതിൽ തന്നെ കൊളാജൻ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ് പോകുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് വെസലിൻ്റെ മസിൽ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങിയിരിക്കുന്ന ബ്ലഡ് വെസലിനെ നിവർത്തി അതിലൂടെ ഓക്സിജൻ മാക്സിമം ബ്ലഡ് ഈ വൂണ്ടിലോട്ട് സപ്ലൈ ചെയ്യുന്നു. ഹലോ, ഞാൻ ഡോക്ടർ രാജേഷ് അയ്യപ്പൻ. ഞാനിപ്പോൾ ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലിലോട്ടുള്ള രക്തക്കുഴലിൻ്റെ രക്തോട്ടം, അതുപോലെ ലിംഫിൻ്റെ ഫ്ലോ ഇതെല്ലാം കുറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാലിൽ ഒരു ബാഗ് പോലത്തെ 2 കാലിലും ഇട്ട് അതിൽ പ്രഷർ കൊടുത്ത് നമ്മൾ അതിൻ്റെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെരിക്കോസ് വെയിൻ, അതായത് ഈ വെയിനിലോട്ടുള്ള ഫ്ലോ കുറവായതുകൊണ്ട് നമ്മുടെ കാലിൽ ഇങ്ങനെ വെസൽസ് സ്കിന്നിൻ്റെ പുറത്ത് ഇങ്ങനെ തളിച്ച് നിൽക്കുന്നത് പോലെ വരുന്ന സംഭവം ഈ പ്രഷർ തെറാപ്പിയിലൂടെ ഈ ലിംഫ് നോഡിൻ്റെയും ആർട്ടറി വെയിൻ ഇതിൻ്റെയൊക്കെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഈ ലിംബെഡിമയ്ക്കാണ് കാലിൻ്റെ വീക്കം, നീര് വന്നു കയറുക, അങ്ങനത്തെ സംഭവങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിത് വരുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റെല്ലാം ആയി നമ്മൾ ഒരുപാട് കാലം ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ കാലിലോട്ടുള്ള മൂവ്മെൻറ്റ് കുറയും. ഈ മൂവ്മെൻറ്റ് കുറവ് വരുമ്പോൾ നമ്മുടെ ഈ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയും ഇതെല്ലാം കുറഞ്ഞു വരും. ആ DVT പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസിനും DVT വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി ചെയ്യുന്നുണ്ട്. ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി നമ്മുടെ ഈ കാലിൽ നീര് കെട്ടി കിടക്കുക, ഇങ്ങനത്തെ കാലിലോട്ടുള്ള വേദന, ഈ ഒരുപാട് കാലുതരിപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന പേഷ്യൻസിന് ഇതൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. മൈസെൽഫ് ബീഗം സജന, ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ 360 സ്പൈനൽ വെൽനസ്. ഞാൻ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്ന കേസാണ് PA എന്ന് പറയുന്നത്. PA അഥവാ പെരിയാർത്രൈറ്റിസ് ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ, അഡെസിവ് ക്യാപ്സുലൈറ്റിസ് എന്ന പേജുകളിൽ അറിയപ്പെടുന്ന PA. ഇവിടെ കോമൺലി മിക്ക പേഷ്യൻസിനും കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അത് ഷോൾഡർ ഇഞ്ചുറി കണ്ടീഷനാണത്. ഇപ്പോൾ കൂടുതലും വരുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് വരുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ കൂടെയാണ് PA എന്ന് പറയുന്നത്. മെയിൻലി അത് ഷോൾഡർ റെസ്ട്രിക്ഷൻ ആണ് ചെയ്യുന്നത്. ഷോൾഡർ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ ആണ് PA എന്ന് പറയുന്നത്. അതായത് അതിനുള്ളിലുള്ള ക്യാപ്സ്യൂളിന് സംഭവിക്കുന്ന ഇൻഫ്ലമേഷൻ ആണ് PA, പെരിയാർത്രൈറ്റിസ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് അവരുടെ മൂവ്മെന്റ്, ഷോൾഡർ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. എല്ലാ ഓവർഹെഡ് മൂവ്മെന്റ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ പേഷ്യൻസിന്. നല്ല രീതിക്ക് പെയിൻ ഉണ്ടാവും അവർക്ക്. ഷോൾഡർ ഏരിയ ഭയങ്കര പെയിൻ ഉണ്ടാവും. പെയിൻ കൂടുതൽ കുറച്ചൊന്ന് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവും അവർക്ക്. ഫ്രോസൺ ഷോൾഡർ പേഷ്യൻസിന് മെയിൻലി നമുക്ക് പെയിൻ മാനേജ്മെന്റ് ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ആദ്യം അവർക്കൊരു അവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ഗ്രേഡ് അനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നതാണ്. ഫസ്റ്റ് പെയിൻ മാനേജ്മെന്റ് ആണ്. ആദ്യം പെയിൻ മാനേജ്മെന്റ് ചെയ്യാനാണ് ഇലക്ട്രോതെറാപ്പി ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. IFT, അൾട്രാസൗണ്ട്, IRR മുതലായ ട്രീറ്റ്മെന്റ് ആണ് ഇലക്ട്രോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത്. പെയിൻ മാനേജ്മെന്റ്, പെയിൻ ഒന്ന് റെഡ്യൂസ് ആയതിനു ശേഷം അവരുടെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. റേഞ്ച് ഓഫ് മോഷനിലെ എക്സസൈസ് തെറാപ്പി, പെയിൻ ഒരു 2-3 ദിവസം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇലക്ട്രോതെറാപ്പി കൊടുത്ത് പെയിൻ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് മൂവ്മെന്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ രാജേഷ് അയ്യപ്പൻ. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നും നമ്മളെടുക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണ്. അതിന് പകരം നമ്മളൊരു ഹൈപ്പർബാരിക് ചേമ്പറിൽ മൃഗത്തോട്ട് കയറ്റി 100% ഓക്സിജൻ തരുന്ന ഒരു മെത്തേഡാണിത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കാലങ്ങളായി മുറിവ് ഉണങ്ങാതിരിക്കുന്ന നോൺ ഹീലിംഗ് ഡയബറ്റിക് അൾസർ, അതുപോലെ ആക്സിഡൻറ്റ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സ്ട്രോക്ക് ഇഞ്ചുറീസ്, ബ്രെയിൻ ഇഞ്ചുറീസ്, ഇതിനെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിൽ കയറി നമ്മുടെ ഈ ബ്ലഡ് ഈ ഓക്സിജനെ ശരീരത്തുള്ള എല്ലാ പാർട്സിലും എത്തിക്കുന്നു. ഡയബറ്റിക് അൾസേഴ്സിന് ഈ ഓക്സിജൻ തെറാപ്പി വഴി നമ്മുടെ ആ വൂണ്ടിലോട്ട് മാക്സിമം ഓക്സിജൻ സപ്ലൈ എത്തിക്കുന്നു. അങ്ങനെ ആ വൂണ്ട് ഹീൽ ചെയ്യുന്നതിന് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിക്നസ്, മൈഗ്രെയിൻ, ഈ അൾസിനേഷ്യസ്, പാർക്കിൻസൺസ്, നമുക്കുണ്ടാകുന്ന സ്ട്രോക്ക്, ഇതിനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. കാർബൺ മോണോക്സൈഡ് പോയിസണിലും ബെഡ് സോഴ്സ് അങ്ങനത്തെ കണ്ടീഷനിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ റേഡിയേഷൻ തെറാപ്പി കൊണ്ടുണ്ടാകുന്ന ടിഷ്യൂ ഡാമേജസ് അത് കുറയ്ക്കുന്നതിന് ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി നമ്മുടെ ഒരുപാട് സഹായിക്കുന്നു. ഇതിന്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ പുതിയ ബ്ലഡ് സെൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉപകാരമാണ്. കുട്ടികൾക്ക് മുതൽ പ്രായമായക്കാർ വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് സൈഡ് എഫക്റ്റോ വേറെ ഒന്നുമില്ല. ഡയബറ്റിക് ഫുട്ടോ, ബേൺസ്, ഇവൻ ഹെയർ ഗ്രോത്ത് തൊട്ട് കാലിലെ നെയിൽബഡിന്റെ ഗ്രോത്ത് വരെ ഈ ഓക്സിജൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്.